Hi dear friends, Assalamu alaikum, Namaskaram. It's me Raihans Jaffer. Welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള റെസിപ്പി ഒരു പാനിപൂരിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു പാനിപൂരിയാണ്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഒറിജിനൽ പാനിപൂരി ഉണ്ടാക്കുന്ന ആളുകൾ കമൻറ്റ് ചെയ്യും ഇങ്ങനെയല്ല എന്നൊക്കെ. പക്ഷെ ഇത് നമ്മളെ വീട്ടിലുള്ള ഐറ്റംസുകൾ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാനിപൂരിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് മറക്കാതെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ റവയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഇവിടെ എൻ്റെ വീട്ടിലാണ് ഇട്ടുള്ളത്. അപ്പോൾ കുറച്ച് കൂടുതൽ ആളുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 5 ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണ് ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 5 ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നമ്മൾ റവ എടുക്കുമ്പോൾ ആ ഒരു അളവിനനുസരിച്ച് നമ്മൾ ഇതിലേക്ക് മൈദപ്പൊടി എടുക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് കപ്പിനാണോ അളക്കുന്നത് അതിനനുസരിച്ച് എടുത്താൽ മതി. ഞാനിവിടെ 5 ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഏകദേശം ഒരു 2 ഗ്ലാസ്സോളമുള്ള മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു കപ്പ് നിങ്ങളിപ്പോൾ എടുക്കുന്ന സമയത്ത് 1 കപ്പ് റവ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്കൊരു 1/4 കപ്പ് മൈദപ്പൊടി ഈ ഒരു കണക്കിന് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ പൊടികളെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ചെറിയ ചൂടുള്ള വെള്ളം വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു തളികയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ പൊടി. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ വെള്ളം എടുക്കുന്ന സമയത്ത് ഒരു ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. നല്ല രീതിയിൽ കുഴച്ചെടുക്കണം കേട്ടോ. എന്നാലേ നമ്മുടെ പൂരി നല്ല രീതിയിൽ പൊങ്ങി വരുള്ളൂ. അപ്പോൾ കുഴക്കുന്ന സമയത്ത് നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. അപ്പോൾ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഓയിൽ കയ്യിലെടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചൊന്ന് തടവി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇത് മൂടി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പാനിയും അതുപോലെ ഇതിലേക്കൊരു ഫില്ലിങ് മസാല ഒക്കെ വേണം. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പുളി നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പാനി ഉണ്ടാക്കിയെടുക്കുന്നത് പുളിയും അതുപോലെ തന്നെ എരിവും മധുരവും എല്ലാം വെച്ചിട്ടുള്ളൊരു പാനിയാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പുതിനയിലയും അതുപോലെ തന്നെ അതേ അളവിൽ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക്, ഇതിൽ അത്യാവശ്യം എരിവ് വേണം കേട്ടോ. അപ്പോൾ നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള മുളകും കൂടെ ഇട്ടിട്ട് ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്നുകൊണ്ട് അരച്ചെടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അതാ ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ശർക്കര എടുത്തിട്ട് ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിൽ പുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്ന പുളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ. ഈ ശർക്കര നന്നായിട്ട് ഒരു ശർക്കര പാനി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് ഇതൊന്ന് പാനിയാക്കി എടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ശർക്കരയും പുളിയും കൂടെ ഒക്കെ നല്ല പോലെ അലിഞ്ഞ് നല്ല പാനിയായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഈ പുളിയുടെ ഈ ഒരു ഇതൊക്കെ ഒന്ന് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു അരിപ്പ വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മിക്സിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാനിക്ക് മധുരവും പുളിയും എരിവും എല്ലാം കൂടെ കൂടിയിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ആ ഒരു ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ചും കൂടെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഞാനിതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതാണ്. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ചാട്ട് മസാലയും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ചാട്ട് മസാല എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. നിങ്ങളത് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ടേസ്റ്റും കൂടെ ഉണ്ടാവും. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരു
1/4 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പാനി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല ഇതിലേക്ക് ഒരു ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ആ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉരുളൻകിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സവാള ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില ഒന്ന് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ മസാലയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഏറിപ്പോവരുത്, കാരണം നമ്മൾ പൊട്ടറ്റോ പുഴുങ്ങിയെടുത്ത സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തേക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. കുരുമുളക് പൊടിയും ഈ ഒരു ചെറിയ ജീരകം പൊടിച്ചതും പിന്നെ ചാട്ട് മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ പൂരി ഒന്ന് പരത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മാവ് എടുത്തിട്ട് ഞാനിതുപോലെ ഒന്ന് പരത്തിയെടുക്കുകയാണ്. കുറച്ച് വലിയൊരു പത്തിരി പോലെ ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഗ്ലാസിൻ്റെ വക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് ചെറിയ പൂരി ആവുന്നതാണ് ഒന്നും കൂടെ നല്ലത്. എന്നിട്ട് കുറച്ചൊരു കട്ടിയിൽ, എന്നാലും നല്ല കട്ടി ഉണ്ടാവാൻ പാടില്ല, നല്ല തിന്നാവാനും പാടില്ല. ആ ഒരു രീതിയിൽ നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് മുഴുവൻ മാവും ഇതുപോലെ ഒന്ന് പരത്തി കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ പൊങ്ങി വരും. എന്നിട്ട് ഇതുപോലെ മുകളിലേക്ക് മാവ് ഇങ്ങനെ ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ താത്തി കൊടുക്കുമ്പോൾ ഒന്ന് പൊങ്ങി വരും. അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ കണ്ടോ, നമ്മുടെ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇതെല്ലാവരും കൂടി ഇവിടെ കുറേ ആളുകളുണ്ട്. അപ്പോൾ കുട്ടികളും എല്ലാവരും കൂടി പരത്തിയതുകൊണ്ട് പല ഷേപ്പിലാണ് കേട്ടോ ഇതെല്ലാം വന്നിട്ടുള്ളത്. കാരണം കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങനെ പരത്തി കട്ട് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ ഇതാ പൂരി റെഡി ആയിട്ടുണ്ട്. ബാക്കി എല്ലാം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ പാനിപൂരി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ എല്ലാം ഫ്രൈ ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് നമ്മൾ കഴിക്കുന്നത് അല്ലെങ്കിൽ സെറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതാ പാനി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഉള്ള ഫില്ലിങ്ങിനുള്ള മസാലയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്നൊരു ഒരു പൂരി എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കുക. കണ്ടോ, എന്നിട്ട് ഈ ഒരു ഹോൾസിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഈ ഒരു ഫില്ലിങ് നിറച്ച് കൊടുക്കുക. ഇതുപോലെ ഫില്ലിങ് ഈ ഒരു ഹോൾസിലേക്ക് നിറച്ച് കൊടുത്തിട്ട് നമ്മുടെ പാനിയിൽ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ കഴിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള നമ്മുടെ പാനിപൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഓക്കെ, അടുത്ത നല്ലൊരു ഉഷാറ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.